നമ്മളിന്ന് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ മുഷി ആഫ്രിക്കൻ മുഷിക്ക് തീറ്റ കൊടുക്കാനാണ്. നാട്ടാണ് തീറ്റ ഉള്ള പെല്ലറ്റ് കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഇവിടെ ഈ വരാൻ പോകുന്നത് അവരുടെ ആശാൻ വീട്ടിൻ്റെ ബാക്കിലാണ് നടക്കുന്നത്. അവിടെ ഫുള്ള് കുറ്റിയും വീട്ടായിരുന്നുകൊണ്ട് ഭയങ്കര പണിയാകുന്നുണ്ട്. ഏറ്റവും ബാക്കിലാണ് ആശാൻ കിടക്കുന്നത്. അവിടെ ഈ കാണുന്ന പോണ്ടിലാണ് ആശാൻ കിടക്കുന്നത്. അവന്മാരെ കാണിക്കാൻ ഞാൻ വന്നത് കണ്ടോ. കുറച്ച് സൈസൊക്കെ കാണുന്നവന്മാർക്ക് നമ്മൾ തീറ്റ പൊട്ടിച്ചിട്ട് പോകാം. തീറ്റേൻ്റെ കാര്യം ഓർമ്മപ്പോഴാണ് തീറ്റ ഭയങ്കര വിലയാണ്. അമ്മമാരെ കൊച്ചിലെ 10-15 രൂപയൊക്കെ കിട്ടുമെങ്കിൽ തീറ്റ ഇതൊന്നുമില്ല. തീറ്റ റയർ തീറ്റകളാണ്. കൊടുക്കം പറയാൻ അമ്മമാർ വന്ന് അടിക്കുന്നുണ്ടാവും. കേട്ടോ, ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും വലുത്. ഇവൻ്റെ അനയും ചത്തുപോയി. എന്തോ ചേരാണ്ടവനെ കൊത്തി ചത്തുപോയതാണ്. ആ ചേരനെ അടിച്ച് മാളത്തിൽ കൊത്തിയിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തീറ്റകൾ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീരുമ്പോൾ നനയുക. കൈ മൊത്തം നോക്കിക്കേ. കുറച്ച് വയ്ക്കാം. ഇതിൽ ഈ ചേട്ടൻ ഭയങ്കര ചാട്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് അടച്ചു വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ പണി കിട്ടുമ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് അടച്ചു വെച്ചേക്കുന്നത്. നേരെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഭാഗം ഇരുട്ട അല്ലേ. ഇപ്പാൻ്റെ വലുത്ത് ഈ വെളുപ്പ് കൂട്ടുന്ന നേരെ നമ്മൾ തീറ്റ അവിടെ വെച്ച് കൈ അരിവാന്ന് വിചാരിച്ചേ. കൈയും കരുവി മുഷീനെയും കണ്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയുക. കുറച്ചുകൂടെ ഉണ്ട്. അത് നേരെ നമ്മൾ പോകുന്നത് തീറ്റ വയ്ക്കാനാണ്. തീറ്റ വെച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ വാങ്ങിച്ച് വളർത്തി നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ നമുക്കൊന്ന് വാങ്ങിച്ച് വളർത്തി നോക്കാം. രാവിലെ കാണുന്നുണ്ട് ഒറ്റ അവിടെയൊക്കെ നിൽക്കുന്നു. തീറ്റാണ് കേട്ടോ. എൻ്റെ റൂമിൻ്റെ എൻ്റെ ഇതൊക്കെയാണ്. നേരെ നമ്മൾ ഈ കുട്ടവന്മാരെ നോക്കി ഇവന്മാർക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. ഇവന് ഒറ്റയ്ക്കാണ് കേട്ടോ ഈ നല്ല വാലുള്ളവൻ. ഇവന്മാരുടെ തീറ്റ എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് ഇവന്മാരുടെ തീറ്റ എന്ന് പറയുന്നത്. വരും 80 രൂപ 30 രൂപ ഇവന്മാർക്ക് കിട്ടും. അപ്പോൾ നമുക്കപ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കാം. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കേട്ടോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ അക്കോർട്ടി ഇട്ട് കൊടുത്ത് വെച്ച് സെറ്റപ്പ് ആക്കുമെന്ന്. എന്നിട്ട് ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളോട് കിടക്കുന്നോണ്ടേ ഫുൾ നമുക്ക് കിട്ടുന്നു. കൊത്തുന്നതാണ് ശരി. അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ അക്കോറിയം സെറ്റപ്പ് ആക്കാൻ പോകാണ്ട്. ഇവൻ റെഡിയായി. ഞാൻ ഈ ഭാഗമുണ്ട് ഇവിടെ കുറച്ച് വെള്ളം ഇതൊക്കെ അടിച്ചിട്ട് സെറ്റപ്പ് ആക്കാം. ഇവ റെഡിയായി. ഇതിന് കിട്ടിയതാണ്. ഇത് അക്കോറിയം വയ്ക്കുക. ഇവിടെ ആയിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചു ഒരു അക്കോറിയം. ഇവിടെ ഇത്രയും വീതി ഒരു 5 അടി പൊക്കമൊന്നുമല്ല, ഒരു 2 അടി പൊക്കമൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കാം. ഓക്കെ, ഇവൻ സെറ്റപ്പായി കരിഞ്ഞു പോയി. എപ്പോഴേ സെറ്റപ്പായി കരിഞ്ഞു. അതുകൊണ്ട് ഇവന്മാരെയൊക്കെ വെക്കുന്ന സ്ഥലം അത്രയ്ക്കും സ്ഥലമില്ല. ഈ കാണുന്ന പുറത്തില്ല ഒരു ലോക്കൽ സ്ഥലം. ഇവിടെ ഫുള്ള് തുണിയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇവിടെയാണ് ആശാമൽ BMW ഇതെല്ലാം ഉണ്ട്. പോർഷെ കുട്ടവനെ അങ്ങനെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. നേരെ ഇത് നമ്മളത് ഇപ്പോൾ എൻ്റെ കുഞ്ഞൻ കൊണ്ടുവന്ന കാറാണ്. ഇതൊന്നും അല്ലായിരുന്നു കളറ്. പച്ച കളറൊക്കെയാണ് കേട്ടോ. വട്ടത്തോട്ട് കൊണ്ടുവന്നിച്ചാൽ ഇതൊക്കെ പറ്റും. പച്ച കളറെന്ന് ആശാണ്. പക്ഷെ ഇത് വീഡിയോയിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണ് വേറെ കളറുകളാണ്. കാശ് അടച്ചു, ഇതടച്ചു, ഇതെല്ലാം അടച്ചു. നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ ഇട്ടിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഓക്കെ.